ഹായ് മക്കളെ, നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന ഒരു കണക്ക്, നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുള്ള സാർ ചെയ്ത് കഴിഞ്ഞ വീഡിയോസ് എല്ലാം മക്കൾ വളരെ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇവിടെ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് സം ഓഫ് ദി ഫസ്റ്റ് 8 ടേംസ് ഓഫ് ദി സെയിം അരിത്തമാറ്റിക് സീക്വൻസ് ആർ ഈക്വൽ. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുകയും അതേ ശ്രേണിയുടെ ആദ്യത്തെ 8 പദങ്ങളുടെ തുകയും തുല്യമാണ്. അപ്പം നമുക്ക് പറയാം 5 പദങ്ങൾ, നമ്മൾ 5 പദങ്ങൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം, അതിൻ്റെ തുക നമുക്ക് ജസ്റ്റ് ഒരു 70 ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവർ പറഞ്ഞേക്കണത് ആദ്യത്തെ 5 പദങ്ങളുടെ തുകയും പിന്നെ 8 പദങ്ങളുടെ തുകയും തുല്യമാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം പ്ലസ് സെക്കൻഡ് ടൈം പ്ലസ് തേർഡ് ടൈം പ്ലസ് ഫോർത്ത് ടൈം പ്ലസ് ഫിഫ്ത്ത് ടൈം, അല്ലെങ്കിൽ ആദ്യ പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം, അഞ്ചാം പദം, അത്രയും പദങ്ങളുടെ തുക 70 ആണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 പദങ്ങളുടെ തുകയും അതുതന്നെ ആയിരിക്കും. കാരണം അത് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദി സം ഓഫ് 6th, 7th ആൻഡ് 8th ടേംസ് ഓഫ് ദ സീക്വൻസ്? അതായത് 6-ാം പദം, 7-ാം പദം, 8-ാം പദം, ഇവയുടെ തുക എന്താണ്? നമുക്കറിയാം, ആദ്യത്തെ 5 ടേംസിൻ്റെ സം 70 ആണെങ്കിൽ നമ്മൾ ചുമ്മാ അങ്ങ് സങ്കല്പിക്കുക, വേണമെങ്കിൽ എ എന്ന് പറഞ്ഞാലും മതി. 8 പദങ്ങളുടെ സമ്മും 70 തന്നെയായിരിക്കും എന്നവർ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന 3 ടേംസ്, 6-ാം പദം, 7-ാം പദം, 8-ാം പദം, അല്ലെങ്കിൽ 6th ടൈം, 7th ടൈം, 8th ടൈം, അതിൻ്റെ സം എത്ര എന്നാണ് ചോദിച്ചേക്കണേ. നമുക്കിത് ഇതിൽ നിന്നും ഇതങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുമ്പം ഈ 1, 2, 3, 4, 5 ആദ്യത്തെ 5 ടേമുകൾ 1 + 2 + 3 + 4 + 5 മൈനസ് 1 + 2 + 3 + 4 + 5 അത് കട്ടായി പോകും. പിന്നെ പോയിട്ട് 6th + 7th + 8 ഉള്ളൂ. അപ്പോൾ 6th + 7th + 8 എന്ന് ലെഫ്റ്റിൽ കിട്ടും. റൈറ്റിൽ 70 - 70 എന്ന് കിട്ടിയല്ലേ. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുമ്പോൾ 70 - 80 70 - 70 0 വരും. അപ്പോൾ 6-ാം പദം, 7-ാം പദം, 8-ാം പദം, അല്ലെങ്കിൽ 6th ടൈം പ്ലസ് 7th ടൈം പ്ലസ് 8th ടൈം, അതിൻ്റെ ടോട്ടൽ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് സം ഓഫ് ദി ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് സം ഓഫ് ഫസ്റ്റ് 8 ടൈംസ് ഓഫ് ദി സെയിം അരിത്തമാറ്റിക് സീക്വൻസ് ആർ ഈക്വൽ. അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുകയും അതേ ശ്രേണിയുടെ ആദ്യത്തെ 8 പദങ്ങളുടെ തുകയും തുല്യമാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദി സം ഓഫ് 6th, 7th ആൻഡ് 8th ടേംസ് ഓഫ് ദി സീക്വൻസ്? അല്ലെങ്കിൽ 6-ാം പദം, 7-ാം പദം, 8-ാം പദം, ഇവയുടെ തുക എന്താണ്? അപ്പം നമുക്ക് ആൻസർ കിട്ടി. 6-ാം പദം, 7-ാം പദം, 8-ാം പദം, അല്ലെങ്കിൽ 6th ടൈം, 7th ടൈം, 8th ടൈം, അതിൻ്റെ തുക 0 ആണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. വാട്ട് ഈസ് ദി 7th ടൈം? അല്ലെങ്കിൽ 7-ാം പദം എന്താണ്? 7-ാം പദം എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞൊരു കാര്യമുണ്ട്. 3 ടേമുകളുടെ സെൻറ്ററിലുള്ള മിഡിൽ ടൈം കാണാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം. ഈ മിഡിൽ ടൈമിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള നമ്പറുകൾ, ഈ മിഡിൽ ടൈം കാണാനായിട്ട് നമുക്ക് 3 ടേം തന്നു. മിഡിൽ ടൈം കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 ടേമിൻ്റെ സമ്മിനെ ടേമിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച വീഡിയോസിലൊക്കെ സാറ് പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. അതായത് 5 ടേമുകൾ, 1, 2, 3, 4, 5 5 ടേമുകൾ നമുക്കുണ്ട്. അതിൽ 3-ാമത്തെ ടേം കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറവും 2, ഇപ്പുറവും 2, സെൻറ്ററിലുള്ള മിഡിൽ ടൈം അല്ലെങ്കിൽ നടുക്കുള്ള ആ ടൈം കാണാൻ വേണ്ടിയുള്ള സംഭവം എന്താ? ഇത്രയും ടേമുകളുടെ ടോട്ടലിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമ്പർ ഓഫ് ടേംസ് കൊണ്ട്.
ഇത്രയും ടേംസിൻ്റെ ടോട്ടലിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 6th + 7th + 8th ടേം 0 ആണ്. അപ്പോൾ ഇതിലെ സെൻറ്ററിൽ നിൽക്കുന്ന 7th ടേം കാണാൻ 6th 7th 8th സെൻറ്ററിൽ നിൽക്കുന്ന 7th ടേം കാണാനുള്ള ട്രിക്ക് എന്താ? 6th + 7th + 8th ടേമിനെ നമ്പർ ഓഫ് ടേംസ് 3 ടേമുകളുണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് 6th + 7th + 8 സമ്മ് നമുക്ക് 0 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 0 + 3 ആണ്. അതായത് 7th ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വാട്ട് ഈസ് ദി 7th ടേം, അല്ലെങ്കിൽ 7ാം പദം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 0 ആണ്. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മക്കളുടെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.